ഞങ്ങൾ തമ്മിലൊന്നുമില്ല ടേച്ചി, ഞങ്ങള് ബെസ്റ്റീസാ. അതിന് അല്ല, നിങ്ങൾ ഇനി ഒന്നും വിചാരിക്കണ്ടെന്ന് ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളൂ. എന്നെ ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. അല്ല, നിങ്ങളെ ഉള്ളിന്റെ ഒന്നും തോന്നണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങള് ബെസ്റ്റീസാ. ഏയ് നമുക്കകത്തൊന്നുമില്ല, സന്തോഷമുള്ളൂ. പോട്ടെ. ആ പോയിക്കോളെ. ജന്തത്തടോ അങ്ങനെ ഒരു ഓർത്തണോ? എന്താട്ടാ ഓരോടെന്താ പറഞ്ഞു ബസ്റ്റി എന്നാ? ഞാൻ താന്റെ ലൈനല്ലേ? അത് ഓരറിയാണ്ടിരിക്കാൻ വേണ്ടി. ഓരറിഞ്ഞ ഇവിടെ എന്താ കുഴപ്പം? ഓരെനിക്ക് ചെലവിനായിരുന്നേ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. എന്ത് സാഹചര്യങ്ങൾ സമ്മർദ്ദം? ഇന്നാളും ജിതേമാരി എന്നെ പറയണ്ടല്ല. അന്ന് ഞാൻ എത്ര കയറിയുണ്ട്. അനക്ക് ഇന്നൊരു വിലല്ലേ? എന്റെ താടിക്ക് എനിക്കൊരു വിലല്ലേ? എനിക്ക് ഏട്ടൻ സത്യമായിട്ടും പേടിയാ. പേടിയിട്ടായിട്ട് കാര്യമില്ല, അത് പുറത്ത് കാണിക്കണോ? ഞാൻ ആകെ ചമ്മിപ്പോയി. അനക്കിന്നെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതന്നെ എന്റെ പ്രശ്നം. എന്താ അസറ്റ് കുസറ്റ് ഇതിന്റെ സിൽക്കൊന്നും തിന്നണ്ട. ഓർന്നു മോളാണോ അമ്മ അരച്ച ചമ്മന്തി എടുത്ത് കഴിച്ചത്? ആന്നമ്മ വിശന്നിട്ടാ. യോ എന്തിനാ മോളെ എടുത്ത് കഴിച്ചേ? മോക്ക് ഇന്നലത്തെ മീൻകറിയും മോരുകറിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് കൊണ്ടല്ലയോ അമ്മ പറഞ്ഞത് ആ ചമ്മന്തി എടുത്ത് കഴിക്കല്ലേന്ന്? അതെന്തു അമ്മ, ഞാൻ പഴകിയ സാധനം കഴിച്ച് വയറ് കീത്തിയാക്കണോന്നാണോ അമ്മ പറയുന്നത്? യോ ഇന്നലത്തെ കഴിക്കണമെന്നല്ല മോളെ പറഞ്ഞ, അമ്മയ്ക്ക് അമ്പലത്തിൽ പോണോണ്ടാ അമ്മ പറഞ്ഞത് ആ ചമ്മന്തി അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞത്. അതിപ്പോ ഞാനിപ്പോ കഴിച്ചു പോയില്ലയോ അമ്മേ? എന്നാ മോളൊരു കാര്യം ചെയ്യ്, അമ്മയ്ക്ക് ചമ്മന്തി അരച്ചു വയ്യ. കരകല്ലേൽ അരച്ചാൽ മതി, മിക്സിക്കകത്ത് അരക്കണ്ട. എനിക്ക് അരകല്ലേൽ അരയ്ക്കാൻ അറിയത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാവല്ലോ. അതിനെന്തോ മോളെ അറിയുന്നേ? അമ്മയ്ക്കല്ലേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ആക്കിയാ പോരായോ അരയ്ക്കുന്നത്? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടായോ? അമ്മയ്ക്കറിയാമെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അങ്ങ് അരച്ചൂടെ? യോ അമ്മ അരച്ചു വെച്ചതല്ലയോ മക്കളെ നീ എടുത്ത് കഴിച്ചത്? അമ്മയ്ക്ക് ധൃതി ആയതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു ഒന്ന് അരച്ചു വെച്ചേക്കാഞ്ഞേ? എനിക്കറിയത്തില്ല അമ്മേ. ഓ അതെന്തോ മക്കളെ അറിയുന്നേ? മക്കൾ അറിയാവുന്ന പോലെ അങ്ങ് അരച്ചു വെച്ചാ മതി. മിക്കവാറും എക്സ്റേ എടുക്കേണ്ടി വരും. എല്ലോടും ഞാൻ തോന്നുന്നു മനഃപൂർവ്വം തള്ളിയിട്ടതാ. മനഃപൂർവ്വം തള്ളിയത് തന്നെ. എന്റെ തല ചെന്നിടിച്ച് ഞാൻ കോമലായി കഴിഞ്ഞാൽ അവർക്ക് നിമിഷേ കെട്ടിക്കാമല്ലോ. ഞാനിതെല്ലാരെ വിളിച്ചു പറയും എന്റെ ഫോൺ എന്ത് ചെയ്യും? അച്ഛാ അച്ഛാ എന്റെ അമ്മായിയമ്മ എന്നെ തല്ലി അച്ഛാ, ചമ്മന്തിയുടെ പേര് തല്ലി. ബിനുചേട്ടൻ മാ വെച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. മാവേലിക്കരയിൽ ആരൊക്കെയുണ്ട്? മാമനുണ്ട്, മാമിയുണ്ട്, മാമിയുടെ മക്കളുണ്ട്. മാമിയുടെ മക്കൾക്ക് എത്ര വയസ്സായി? മെട്ട് 30. ചക്കപ്പുഴുക്ക് കഴിച്ചോ? ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മാമാട്ടിക്കുട്ടി അമ്മ. മാമാട്ടിക്കുട്ടി അമ്മയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? അതെങ്ങനെ കെട്ടാന്നറിയോ? മേലില് വെച്ച്. ഇഷ്ടപ്പെട്ട നടിയാരാ? മമത മോഹൻ. കഴിച്ചതെന്താ? മുട്ടായുടെ വെള്ള. ഒരു ദിവസം എത്ര മുട്ടയുടെ വെള്ളം കഴിക്കും? 3-4 ശരി, ഇന്ന് വൈകുന്നേരം എങ്ങനെ തിരിച്ചു പോണേ? മടങ്ങുന്നത് മോട്ടോർ സൈക്കിളിൽ.